കർഷക തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാനായി. അതിനാണ് എനിക്ക് ഒരിക്കലും മറക്കാത്ത ഒരു സംഭവം. അവർക്കും എന്നോട് ഭയങ്കര സ്നേഹമായി. ഒരു ദിവസം റിട്ടയർ ചെയ്തൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, സാർ നാളെ മുതൽ എന്നെ വീണ്ടും ഇവിടെ നിയമിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്താ കാര്യം, ഞങ്ങൾക്ക് PF ഇല്ല, ESI ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾക്ക് ശമ്പളം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അതങ്ങനെ സംഭവിച്ചത്. അപ്പം സ്വാഭാവികമായിട്ടും PF പിടിക്കണമെങ്കിൽ അവരെ സ്ഥിരം ആക്കി അവർക്ക് 12% അവരുടെ ശമ്പളത്തിൽ നിന്ന് അടയ്ക്കണം, 12% ഓണർ കൊടുക്കണം. പക്ഷെ അങ്ങനെ ചെയ്തില്ല, ബോർഡ് അങ്ങനെ ചെയ്തില്ല. അപ്പോൾ എനിക്ക് വിഷമം തോന്നി, ഞാൻ അവരെ അവിടെ പോസ്റ്റ് ചെയ്തു പിറ്റേന്ന്. പക്ഷെ അതിനുശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ജീവനക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് അന്നത്തെ PF കമ്മീഷനെ വിളിച്ചിട്ട് അതുവരെ വാങ്ങിയിട്ടുള്ള തൊഴിലാളി വാങ്ങിയിട്ടുള്ള ശമ്പളം വേവ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ബോർഡ് അടയ്ക്കേണ്ടത് ഞങ്ങൾ പൂർണ്ണമായി അടയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അടച്ച് ഇന്നിപ്പോൾ അവർക്കെല്ലാം PF-ഉം ESI ആനുകൂല്യം കൂടെ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും അത് സാറിന്റെ മനസ്സിൽ തോന്നി, സാർ അത് ചെയ്തു കൊടുത്തല്ലോ. സാർ, ഞങ്ങൾ ഒരു ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണല്ലോ. അല്ലാതെ സമയത്ത് വന്ന് വോട്ട് ചോദിച്ചു പോകുന്ന ഒരു ലീഡറിനെ അല്ല ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്.